അബ്രഹാമേ, ദീർഘവർഷങ്ങൾ താങ്കൾ പരീക്ഷകളിലൂടെ കടന്നുപോയത് എന്തിനു വേണ്ടിയെന്ന് പിന്നീട് അറിയും. ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയെന്ന് താങ്കൾ പിന്നീട് അറിയും. ഇസഹാക്കെ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വിവിധ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ വെല്ലുവിളികൾ കടന്നു വന്നപ്പോൾ, അതെന്തിനു വേണ്ടിയെന്ന് നിന്റെ ജീവിതത്തിൽ രഹബോത്ത് വെളിപ്പെടുമ്പോൾ നീ അറിഞ്ഞിരിക്കും. യാക്കോബേ, വീടും നാടും എല്ലാം വിട്ട് കല്ല് തലയണയായി വെച്ചുകൊണ്ട് നീ ലൂസിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചതെന്ന് നീ പിൽക്കാലത്തിൽ തിരിച്ചറിയും. ജോസഫേ, എന്തുകൊണ്ട് ഈ സഹോദരന്മാർ, എന്തുകൊണ്ട് ഈ പൊട്ടക്കിണർ, എന്തുകൊണ്ട് ഈ പൊത്തീബറിന്റെ ഭാര്യ, എന്തുകൊണ്ട് എൻ്റെ യൗവന പ്രായത്തിൽ ഈ പ്രതിസന്ധികളെന്ന് നീ ചോദിക്കുന്നെങ്കിൽ നീ അതിൻ്റെ റിസൾട്ട് പിന്നീട് അറിയും. ഇത് ആരോടോ ഉള്ള ഒരു സന്ദേശമാണ് പ്രിയരെ. നിങ്ങളെ ദൈവം അറിയിക്കും. ഏതു ശിക്ഷയും തൽക്കാലം അത്ര സന്തോഷകരമല്ല, ദുഃഖകരമെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. അതാണ് ദൈവദാസനെ ഞാൻ പറഞ്ഞത്. ഈ സാഹചര്യങ്ങൾ നമ്മുടെ തെറ്റുകളെ തിരുത്തി ദൈവത്തിന് നമ്മളെ പണിതുയർത്തുവാനുള്ള സാഹചര്യങ്ങളാണ്.